ദേശീയപാത 66 വികസനം പൂർത്തിയാക്കുന്നതോടെ സംസ്ഥാനത്ത് ഒരുങ്ങുന്നത് സിഗ്നലുകളില്ലാത്ത ദേശീയപാത. തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ സിഗ്നലുകളില്ലാതെയാണ് റോഡ് നിർമ്മാണം. 603 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സിഗ്നലുകളില്ലാതെ പ്രധാന പാതയിൽ ഒരുങ്ങുന്നത്. ഇതോടെ ദേശീയപാത വഴിയുള്ള യാത്ര സുന്ദരമാകും. കേരളത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന രീതിയിലാണ് ദേശീയപാത വരുന്നത്. ദേശീയപാത 66-ൽ കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള ഭാഗത്തു മാത്രമാകും സിഗ്നൽ ഉണ്ടാകുക. മറ്റിടങ്ങളിൽ റോഡ് മുറിച്ചു കടക്കാൻ അടിപ്പാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാന സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നത് അടിപ്പാതകളിലൂടെ തന്നെയാണ്. ദേശീയപാതയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ ഒഴിവാക്കി അപകടങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിപ്പാതകൾ നിർമ്മിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 400-ലധികം അടിപ്പാതകളാണ് ദേശീയപാതയിൽ നിർമ്മിക്കുന്നത്. ചിലയിടങ്ങളിൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 അടിപ്പാതകൾ വരെ നിർമ്മിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാൽനടക്കാർക്ക് മറുവശത്തെത്താൻ നടപ്പാതകളുമുണ്ടാകും. ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 7 മണിക്കൂറിൽ എത്താൻ കഴിയും. 12 ടോൾ ബൂത്തുകളാണ് ദേശീയപാതയിൽ 66-ൽ വരുന്നത്. സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറാനും തിരിച്ചിറങ്ങാനുമുള്ള സ്റ്റോറേജ് ലൈനുകളും ഉണ്ടാകില്ല. സർവീസ് റോഡ് വഴി മാത്രമേ പ്രധാന റോഡിലേക്ക് കടക്കാൻ കഴിയൂ. 2025-ൽ പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലാണ് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതിയാണ് ദേശീയപാത 66 വികസനം. കേരളത്തിന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് നിലവിൽ 17 മണിക്കൂറാണ് യാത്രയ്ക്ക് എടുക്കുന്ന സമയം. ഇത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ വെറും 7 മണിക്കൂറായി കുറയും. നിലവിൽ നിരവധി ഇടങ്ങളിൽ 6 വരിപ്പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.